പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിലെ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തങ്കത്തിരുവചനങ്ങളെ പങ്കിട്ടെടുപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് ഡിസംബറാണ്. കർത്താവായ യേശു മശിഹായുടെ തിരുപ്പിറവിയുടെ മഹത്വകരമായ പെരുന്നാൾ ആചരിപ്പാൻ എല്ലാവരും ഒരുങ്ങുകയാണ്. ക്രിസ്മസ് നമുക്ക് നൽകുന്നത് വളരെ ഉദ്ദീപനം നൽകുന്നതും ആശ്വാസം പകരുന്നതും ആനന്ദകരവുമായ സന്ദേശങ്ങളാണ്. ഉറപ്പ്. എന്താണ് ഈ വർഷത്തെ ക്രിസ്മസ് നമുക്ക് തരുന്ന സന്ദേശമെന്നൊക്കെ ചോദിച്ചാൽ, പതിവുള്ളതുപോലെയല്ല, മാറി ചിന്തിക്കണം എന്നൊക്കെ എല്ലാവരും പറയുമ്പോഴും കർത്താവിൻ്റെ കരുതലിനെക്കുറിച്ച് തന്നെയാണ് നമുക്ക് ഇന്നും പങ്കിടാനുള്ളത്. ഈ ക്രിസ്മസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങട്ടെ. സ്നേഹം കൊണ്ട് ഒരു പുതിയ ചരിത്രം എഴുതിയ, ലോകത്ത് പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത ദൈവപുത്രൻ്റെ തിരുപ്പിറവിയുടെ ഒരു അനുസ്മരണമാണ്, ഓർമ്മയാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. സ്നേഹം കൊണ്ട് പുതിയ ചരിത്രം എഴുതുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പഴയ ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. പഴയ ചരിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ന്യായപ്രമാണം പഠിപ്പിക്കുന്ന പാഠങ്ങളാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, പ്രാണന് പകരം പ്രാണൻ എന്നിങ്ങനെ പകരത്തിന് പകരം ചെയ്തുകൊണ്ട് നീതി നടപ്പിലാക്കുന്ന പഴയ നിയമത്തിലെ കാഴ്ചപ്പാടുകളെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ഒരു പുതിയ ചരിത്രം എഴുതുകയാണ് കർത്താവായ യേശു ക്രിസ്തു. ശരിക്കും പറഞ്ഞാൽ സ്നേഹം എന്നതിന് ഒരുപാട് തലങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുവരെ ലോകം കണ്ടത് കണ്ടീഷണൽ ലവ് ആയിരുന്നു. എന്നാൽ യേശു ക്രിസ്തു വന്നതോടുകൂടെ ദ അൺകണ്ടീഷണൽ ലവ് എന്ന ഒരു പുതിയ തലത്തിലേക്ക് സ്നേഹത്തെ മാറ്റി എഴുതുകയാണ്. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെ ആകമാനം കീഴ്മേൽ മറിക്കുന്ന ഒരു ചിന്താഗതിയാണ് യേശു ക്രിസ്തു ലോകത്തിന് സമ്മാനിച്ചത്. അതിനെക്കുറിച്ച് ഇങ്ങനെ കൂടെ പറയണം. പറയുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും പ്രവർത്തിക്കുവാൻ വളരെ ക്ലേശകരമായ ഒരു അനുഭവമാണ് യേശു ക്രിസ്തു ലോകത്തിന് പരിചയപ്പെടുത്തിയ സ്നേഹാനുഭവം എന്നുള്ളത് കൂടെ നാം വായിച്ചെടുക്കണം. അതിനെ വായിച്ചെടുക്കുമ്പോൾ അതിനെ ദൈവീക സ്നേഹമെന്ന് നാം വിലയിരുത്തണം. മാനുഷിക സ്നേഹവും ദൈവീക സ്നേഹവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. മാനുഷിക സ്നേഹങ്ങൾ എന്നും നിബന്ധനകളോട് കൂടിയതാണ്. എന്നാൽ ദൈവീക സ്നേഹം എന്നും നിബന്ധനകളില്ലാത്തതാണ്. ഒരു മനുഷ്യനിൽ ദൈവം വന്ന് വാസം കൊള്ളുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവീക സ്നേഹം വന്ന് നിറയുന്നത്. തിരുപ്പിറവിയെടുക്കുന്ന മെശിഹായെ അന്തരംഗത്തിൽ ഏറ്റുവാങ്ങുമ്പോഴാണ് ഏതൊരു വ്യക്തിയും ദൈവീക സ്നേഹം കൊണ്ട് നിറയുന്നത്. നമ്മളൊക്കെ ആത്മീയ മനുഷ്യരാണെന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തി തലങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മൾ ആ ദൈവീക മനുഷ്യർ എന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യപ്പെടാവുന്നതാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ യേശുമശിഹ ലോകത്തിന് സ്നേഹം കൊണ്ടൊരു പുതുചരിത്രം എഴുതി തന്ന് നിങ്ങളും അതുപോലെയാകണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നാം ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നിങ്ങളും അതുപോലെയാകണം എന്ന് വെച്ചാൽ അന്ന് വരെ ലോകത്തിന് പരിചയമില്ലാത്ത സ്നേഹത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളെ കർത്താവ് പരിചയപ്പെടുത്തുകയായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ചില തലങ്ങളെക്കുറിച്ച്, യേശുമശിഹ അതിൽ ചരിത്രമെഴുതിയ വിധങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് ആയതൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുകൂടെ പരിശോധിച്ചുകൊണ്ട് ഈ ക്രിസ്മസിൽ മശിഹായെ സ്വീകരിപ്പാൻ നമുക്ക് ഒരുങ്ങാം. ഒന്നാമത് കർത്താവ് പഠിപ്പിച്ചു മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ തിരുവചനത്തിൽ, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹത്തിന് അന്ന് വരെ അങ്ങനെ ഒരു തലം ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ വേട്ടയാടി പിടിക്കുവാനാണ് പഴയ നിയമ നീതി മനുഷ്യന് അവകാശം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ അതേ ദൈവം ഒരു പുതുചരിത്രം എഴുതുകയാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ. അത് പറയാൻ, അത് പറഞ്ഞവന് 100% യോഗ്യതയുണ്ട്. എന്താണ് കാരണമെന്ന് വെച്ചാൽ
ദൈവത്തിൻ്റെ സ്നേഹം ആവോളം ആസ്വദിച്ചിട്ടും അനുഭവിച്ചിട്ടും ഈ ദൈവത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ദൈവം പറഞ്ഞ വാക്കിനെ ലംഘിച്ച് പാമ്പ് പറഞ്ഞ വാക്കിനെ വിശ്വസിച്ച് ദൈവത്തെ തള്ളിമാറ്റി പാമ്പിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് പാമ്പിൻ്റെ വാക്ക് പ്രാവർത്തികമാക്കിക്കൊണ്ട് ദൈവത്തെ ഒരു ഉപദ്രവകാരി എന്ന് സ്വയം വിധിച്ച് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യൻ ദൈവത്തോട് ശത്രുവായി തീർന്നു. ദൈവം ശത്രുവായി മനുഷ്യനെ പ്രഖ്യാപിച്ചതല്ല, മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായി സ്വയം പ്രഖ്യാപിച്ചതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ദൈവം ആരെയും ഇന്ന് വരെ ശത്രു എന്ന് മുദ്ര കുത്തിയിട്ടില്ല. പ്രഥമ ദൃഷ്ടിയാ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാം. കാരണം തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ദൈവം അവരെ ശിക്ഷിച്ചുവെന്നോ ഉപേക്ഷിച്ചുവെന്നോ ഒക്കെ തോന്നാവുന്ന അവസരങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് വരാവുന്നൊരു ചിന്ത ദൈവം മനുഷ്യനെ ശത്രു എന്നെണ്ണി എന്നാണ്. എന്നാൽ അതല്ല സംഭവിച്ചത്. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നിട്ട് ദൈവത്തിൻ്റെ ശത്രുവായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതാണ് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതലിനോ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനോ ദൈവത്തിൻ്റെ സ്നേഹത്തിനോ ദൈവത്തിൻ്റെ നിലപാടിനോ മാറ്റമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ഈ മാറ്റമില്ലാത്ത ദൈവം നമ്മെ ആക്കി വെച്ച തലത്തിൽ ഉറച്ചു നിൽക്കാതെ നാം പലപ്പോഴും നമ്മുടേതായ കാഴ്ചപ്പാടുകൾക്ക് അവിടെ ഇടം കൊടുക്കുകയാണ്. അതിന് ഉപോത്ഫലകമായ ചില പ്രേരക ശക്തികൾ പുറത്തുണ്ടാകാം, പാമ്പിനെ പോലെ. ഈ പ്രേരക ശക്തികളുടെ പ്രേരണയ്ക്ക് വശംവദരായി ഉറച്ചു നിൽക്കുന്ന, നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, നീതിയിൽ ഉറച്ചു നിൽക്കുന്ന, സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന, സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന സത്യമായ ദൈവത്തെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായി സ്വയം പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ദൈവം എന്താ ചെയ്തത്? ദൈവത്തിൻ്റെ ശത്രുവാണ് ഞാനെന്ന് സ്വയം പ്രഖ്യാപിച്ച് ദൈവസന്നിധി വിട്ട് അകന്നുപോയ മനുഷ്യനെ വെറുത്തില്ല ദൈവം, മറിച്ച് അവനെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൻ്റെ നിവൃത്തീകരണമാണ് യേശുമശിഹായുടെ തിരുജനനത്തിലൂടെ വിളംബരം ചെയ്യപ്പെടുന്നത്. മനുഷ്യ, നീ എൻ്റെ ശത്രുവാണെന്ന് നീ പറഞ്ഞാലും നീ എൻ്റെ ശത്രുവാണെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് നിന്നോട് ശത്രുതയില്ല. എനിക്ക് നിന്നോടുള്ളത് ഒരേ ഒരു വികാരം മാത്രമാണ്, അത് സ്നേഹമാണ്. ആ സ്നേഹം നിന്നെ ബോധ്യപ്പെടുത്തുവാനാണ് അത്യുന്നതങ്ങളിൽ സ്വർഗാധിസ്വർഗത്തിൽ കോടിക്കണക്കിന് സ്വർഗദൂതന്മാർ അകമ്പടി സേവിച്ചാരാധിക്കുന്ന അത്യുന്നതനും പരിശുദ്ധനുമായ ദൈവം മാനുഷരൂപമെടുത്ത് ഈ ഭൂതലത്തിലേക്ക് ആഗതനാകുന്നത്. അപ്പോൾ നീ തിരിച്ചറിയണം, അത് ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ യഥാർത്ഥ നിലപാടാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തലാണ്. ഇത് ദൈവമക്കൾ മനസ്സിലാക്കാതെ പോകരുത്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന പാഠം ദൈവം പ്രാവർത്തികമാക്കിക്കൊണ്ട് അങ്ങനെ ആകണമെന്ന് ഈ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുന്നവരോട് ആവശ്യപ്പെടുന്നത്. നമ്മളൊക്കെ കർത്താവിൻ്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ കർത്താവിനെ നെഞ്ചകത്തേറ്റുവാങ്ങാൻ ഒരുങ്ങുന്നവരാണ്. കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടോ, ഇല്ലാഞ്ഞിട്ടാണോ വീണ്ടും ഏറ്റുവാങ്ങുന്നത്? ഇന്ന് പലരും കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും മറന്നു കഴിഞ്ഞവരാണ്. നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വെറും ആഘോഷവേളകളായി പോകുന്നു. അതിനപ്പുറത്ത് കാഴ്ചപ്പാടുകളില്ലാതെ പോകുന്നു. നമുക്ക് പലപ്പോഴും ഈ സാഹചര്യങ്ങളിലൊന്നും ഒരു നിലപാടില്ലാതെ പോകുന്നു. അവിടെ നാം പരാജയപ്പെടുകയാണ്, സ്വയം പരാജയപ്പെടുത്തുകയാണ്. ഓരോ ആഘോഷവേളകളിലും അതിൻ്റെ ആഘോഷത്തിമിർപ്പിലേക്കല്ല നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കേണ്ടത്. ഈ ആഘോഷവേളയിലേക്ക് നമ്മെ ആനയിച്ചടുപ്പിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ, ദൈവിക ഇടപെടലിൻ്റെ, ദൈവിക കരുതലിൻ്റെ പാഠങ്ങളാണ് നാം മനനം ചെയ്യേണ്ടത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ടത് ദൈവിക സ്നേഹം നമ്മിലുണ്ടോ എന്നതാണ്. നാം നമ്മളെ മുറിവേൽപ്പിച്ചവരോടുള്ള നമ്മുടെ നിലപാടെന്താണ്? നമ്മളെ വേട്ടയാടിയവരോടുള്ള നമ്മുടെ നിലപാടെന്താണ്? നമ്മളെ വെല്ലുവിളിച്ചവരോടുള്ള നമ്മുടെ നിലപാടെന്താണ്? ദൈവം എന്ത് നിലപാടെടുത്തു എന്ന് കാണണം. അത്യുന്നതനായവൻ മാനുഷവേഷത്തിൽ ഈ ഭൂമിയിൽ പിറന്നു വീണിരിക്കുന്നു. എന്തിന്? മനുഷ്യനോട് താതാത്മ്യപ്പെട്ട് താണിറങ്ങി വന്നുകൊണ്ട് മനുഷ്യനോടുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ.
എന്തുകൊണ്ട് തന്നെ മുറിവേൽപ്പിച്ചവരോട് താതാത്മ്യപ്പെടേണ്ടതിന് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കാകുന്നില്ല? അങ്ങനെ ആകാത്തിടത്ത് നാം ഇന്നും ക്രിസ്തുവിനെ അറിഞ്ഞവരായി തീർന്നിട്ടില്ല. ക്രിസ്തു നമ്മുടെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നു എന്നത് നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ, നിലപാടുകളിലൂടെ അടയാളപ്പെടുത്തുമ്പോഴാണ് സത്യമായിട്ടും ദൈവസ്നേഹം നമ്മിൽ നിറയുന്നത്. ഈ ക്രിസ്മസിന് ഈ സ്നേഹത്തിൻ്റെ വക്താക്കളായി നമുക്ക് മാറുവാൻ കഴിയണം. അവിടം കൊണ്ട് കർത്താവ് ഈ പറഞ്ഞ പാഠം കർത്താവ് പൂർത്തിയാക്കിയില്ല. ഈ അത്യുന്നതനും പരിശുദ്ധനും നീതിമാനുമായ തമ്പുരാനെ ചെയ്യാത്ത കുറ്റം അവൻ്റെ മേൽ ആരോപിച്ച് അവനെ വസ്ത്രാക്ഷേപം ചെയ്ത് മുൾക്കിരീടം ധരിപ്പിച്ച് അംഗപ്രത്യംഗം മുറിവേൽപ്പിച്ച് ഉഴുതുമറിച്ച് പെരുവഴിയോരത്ത് പരസ്യമായ കാഴ്ചയാക്കി കുരിശേറ്റിയപ്പോഴും ആ കുരിശേറ്റിയവരോട് ക്ഷമിച്ച് അവർക്കു വേണ്ടി പിതൃസന്നിധിയിൽ പ്രാർത്ഥിച്ചവനാണ് മിശിഹ. നമുക്കാകുമോ? അതാകുന്നിടം വരെ നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നാം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാകുന്നത്. ഈ ക്രിസ്മസിന് ഒന്നിരുന്ന് നന്നായിട്ട് മനനം ചെയ്തു നോക്കണം. ഇപ്പോൾ മുതൽ അത് ആരംഭിക്കട്ടെ. എനിക്ക് ആരോടൊക്കെയുള്ള ബന്ധത്തിൽ മുറിവുകളുണ്ട്, എവിടെയൊക്കെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് കലഹങ്ങളുണ്ട്, എവിടെയൊക്കെ എത്രയൊക്കെ പേരെ ഞാൻ ശത്രുക്കളായി എണ്ണിയിട്ടുണ്ട്. സ്വന്തം മക്കളെ ശത്രുക്കളായി കാണുന്ന ചില അപ്പനമ്മമാരിത് കേൾക്കുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളെ ശത്രുക്കളായി കാണുന്ന ചില മക്കൾ ഇത് കേൾക്കുന്നുണ്ട്. സ്വന്തം കൂടപ്പിറപ്പിനെ ശത്രുവായി കാണുന്ന മറ്റ് ചിലരിത് കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ബന്ധങ്ങളൊക്കെ ഉലച്ച് സ്വയനീതീകരണത്തിൽ അവരാണ് കുറ്റവാളി എന്ന് മുദ്രകുത്തി അവരെ തിരസ്കരിച്ച് ദൂരെ നിർത്തിയിട്ട് ഒരു ക്രിസ്മസ് ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ല. അതൊരിക്കലും ദൈവം വിലമതിക്കാനും പോകുന്നില്ല. ദൈവത്തെ മുറിവേൽപ്പിച്ച മനുഷ്യനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടല്ല ദൈവം ഈ തിരുപ്പിറവി ഈ ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ മുറിവേൽപ്പിച്ച് ശത്രുപക്ഷത്ത് നിൽക്കുന്നവരോട് രമ്യതപ്പെടുന്ന അനുഭവമാകണം ഈ ക്രിസ്മസ്. അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അനുഭവമാകണം ഈ ക്രിസ്മസ്. അവരോടൊരു സാന്ത്വന വാക്ക് പറയുവാനോ, എൻ്റെ മുറിവ് ഉണങ്ങിയിരിക്കുന്നു, എനിക്ക് സ്നേഹമാണെന്ന് പറയുവാനോ, അവർക്ക് ഒരു കുഞ്ഞ് സമ്മാനം കൊടുത്തുകൊണ്ട് അവരിലേക്കൊന്ന് എത്തിപ്പെടാനോ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരു വിരുന്നൊരുക്കി അവരെ കൂടെ വിളിച്ച് ഈ സ്നേഹ കൂട്ടായ്മയിൽ വിരുന്നിൽ പങ്കെടുപ്പിക്കുവാനോ, അല്ലെങ്കിൽ അന്നേ ദിവസമോ അതിനു തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലോ അവരുടെ ഭവനങ്ങളിലേക്കൊന്ന് ചെന്ന് എൻ്റെ മുറിവുകൾ ഞാൻ സൂക്ഷിച്ചിട്ടില്ല, നമുക്ക് രമ്യതപ്പെടാമെന്നൊന്ന് പറയാനോ, അങ്ങനെ ഐക്യത്തിലൂടെ സ്നേഹത്തിലൂടെ പുതുചരിത്രം എഴുതിയ യേശു ക്രിസ്തു എൻ്റെ ഉള്ളിലും ജന്മമെടുത്തിരിക്കുന്നു എന്ന് ഒന്ന് സാക്ഷ്യപ്പെടുത്താൻ നമുക്കാകുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിശ്ചയം ഈ ക്രിസ്മസ് നമ്മളെ സംബന്ധിച്ച് ദൈവസന്നിധിയിൽ അഭികാമ്യമായ ആനന്ദകരമായ ഒരു അനുഭവമാണ്. അല്ല മറിച്ചാണ് പകയും വിദ്വേഷവും വെറുപ്പും കോപവും ഈർഷ്യതയുമൊക്കെ ഉള്ളിലിട്ടുകൊണ്ട് തന്നെ നാം ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നുവെങ്കിൽ ക്രിസ്തുവും നമ്മളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നാം ക്രിസ്തുവിനെ അറിഞ്ഞവരല്ല. നാം വീണ്ടും കർത്താവിനെ കൂടുതൽ പ്രതിസന്ധിയിൽ നിർത്തിക്കൊണ്ട് അവൻ്റെ ശത്രുക്കളായി സ്വയം പ്രഖ്യാപിക്കുന്നവരായി പോകും. അത് സംഭവിക്കരുത്. വീണ്ടും പ്രിയപ്പെട്ടവരെ, കർത്താവ് പഠിപ്പിച്ച മറ്റൊരു പാഠം ഇങ്ങനെയാണ്. സ്നേഹത്തിൻ്റെ മറ്റൊരു വിപ്ലവാത്മകമായ തലം ഭ്രഷ്ടരാക്കപ്പെട്ടവരെ ചേർത്തു നിർത്തി ആശ്ലേഷിച്ച ദൈവസ്നേഹം. ഈ യേശുക്രിസ്തു ലോകത്ത് വന്നിട്ട് എന്താണ് ചെയ്തത്? സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നവരെ, അശുദ്ധരെന്ന് എണ്ണിയിരുന്നവരെ, നിന്ദിച്ച് പരിഹസിച്ചിരുന്നവരെ, മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരുന്നവരെ, സമൂഹത്തിൽ ഒരു അംഗീകാരവും ലഭിക്കാതെ പോയവരെ, ദൈവാലയത്തിൽ മറ്റുള്ളവരോടുകൂടെ ആരാധനയ്ക്ക് അടുത്തു വരാൻ അവസരമില്ലെന്ന് വിധിക്കപ്പെട്ടിരുന്നവരെ, അശുദ്ധരെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്നവരെ അവൻ ചേർത്ത് പിടിച്ചു. അതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് കുഷ്ഠരോഗികളോടുകൂടെയുള്ള യേശുക്രിസ്തുവിൻ്റെ സഹവാസം. അന്ന് കുഷ്ഠരോഗികളോട് സമൂഹം വച്ചു പുലർത്തിയിരുന്ന മനോഭാവം വളരെ ഹീനമായിരുന്നു. അവരെ കാണുന്നത് പോലും ഈ മുഖ്യധാരയിലുള്ളവർക്ക് വലിയ വൈഷമ്യമുണ്ടാക്കിയിരുന്നു. കുഷ്ഠരോഗിക്ക് വഴി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. മണുകിലുക്കിക്കൊണ്ട് ഒരു കുഷ്ഠരോഗി വരുന്നുവെന്ന് ഉറക്കെ അട്ടഹസിച്ചുകൊണ്ടേ പെരുവഴിയിൽ ഇറങ്ങാൻ പാടുണ്ടായിരുന്നുള്ളൂ.
മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പോലും പെടാതെ സ്വന്തം വീട്ടിൽ നിന്ന്, സ്വന്തം സമൂഹത്തിൽ നിന്ന്, മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ട് പുറംപോക്കുകളിലോ ഗുഹാന്തർഭാഗങ്ങളിലോ കുറ്റിക്കാടുകളിലോ ഒക്കെ അധിവസിച്ചിരുന്ന, വേണ്ടവണ്ണം വസ്ത്രം ധരിക്കാനില്ലാത്ത, ക്ഷൗരം ചെയ്യാത്ത, ശരീരം മുഴുവൻ വ്രണങ്ങളുള്ള, ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്ന, ദൈവം പോലും വെറുത്തു എന്ന നിയമസംഹിതങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സമൂഹം വിധിച്ച് പുറന്തള്ളിയ, സ്വയം ഇകഴ്ത്തപ്പെട്ടു പോയ ഒരു സമൂഹത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. സ്നേഹത്തിൻ്റെ ഒരു പുതിയ തലം. മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ ഈ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കോളനികളിൽ അവരോടുകൂടെ സമയം ചെലവഴിച്ച് അവരോട് സ്നേഹം പങ്കിട്ട് നിങ്ങൾ അനാഥരല്ല സനാഥരാണെന്നവരുടെ അന്തരംഗത്തിൽ ആത്മസ്നേഹം പകർന്നു വച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഹൃദയാന്തർഭാഗത്ത് കൂടുകൂട്ടിയവനാണ് മിശിഹ. ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. അവരിൽ ചിലരെ കർത്താവ് ശുദ്ധീകരിച്ചതായും സൗഖ്യമാക്കിയതായും നാം കാണുന്നുണ്ട്. ഈ സൗഖ്യമെന്ന് പറയുന്നതിൻ്റെ വേറൊരർത്ഥമാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ക്രമം കെട്ടതിനെയെല്ലാം ശുദ്ധി ചെയ്യുമ്പോഴാണ് സൗഖ്യം സംഭവിക്കുന്നത്. കുഷ്ഠരോഗികളെ സംബന്ധിച്ച് അവരെ കർത്താവ് ശുദ്ധരാക്കി. കുഷ്ഠരോഗി ന്യായപ്രമാണപ്രകാരം അശുദ്ധനാണ്. അശുദ്ധനെന്ന് മുദ്ര കുത്തി പുറത്തു നിർത്തിയവനെ കർത്താവ് വിശുദ്ധനാക്കി മാറ്റുകയാണ്. ആ വിശുദ്ധീകരണമാണ് അവരുടെ സൗഖ്യമായി പരിണമിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിലൂടെ സംഭവിക്കുമ്പോൾ ഈ ക്രിസ്മസിൽ നമ്മുടെ കാഴ്ചപ്പാടെന്താണ്? സ്നേഹത്തിന് ഇങ്ങനെ പുതുചരിത്രം എഴുതിക്കൊണ്ട് അവഗണന സഹിച്ചുകൊണ്ട് പുറത്തു നിന്നവരിലേക്ക് ഇറങ്ങിച്ചെന്ന യേശുവിനെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, അവനാണ് നമ്മുടെ ഉള്ളത്തിൽ പിറക്കുന്നതെങ്കിൽ, ഇന്നും ഈ സമൂഹത്തിൽ ഒരുപാട് പേരിങ്ങനെ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ അവസരമില്ലാത്തവരായി, അപകർഷതാബോധത്തിൽ അന്തർമുഖരായി ഒരുപാട് പേര് ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒറ്റ നോട്ടത്തിൽ നാം അവരെ കണ്ടെന്നു വരില്ല. അല്പം കൂടെ ഒന്ന് മനസ്സിരുത്തി അന്വേഷിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്ക് ഈ സമൂഹത്തിൽ കണ്ടെത്താൻ കഴിയും. ഇന്നും പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ചില രോഗികളോട് സമൂഹത്തിന് അവജ്ഞയാണ്. അവരെ കാണുന്നത്, അവരോട് സഹവസിക്കുന്നതൊക്കെ വെറുപ്പാണ്. ഇങ്ങനെ സമൂഹം അവഗണിച്ച് കളഞ്ഞവരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ കുഷ്ഠരോഗികൾ മാത്രമല്ല ഉള്ളത്. അതിനേക്കാൾ കൂടുതൽ അവഗണന അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മനസ്സിൻ്റെ താളം തെറ്റിപ്പോയവർ. അവരും രോഗികളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സ്വന്തം പിതാവിനെ, സ്വന്തം മാതാവിനെ, സ്വന്തം മകനെ, സ്വന്തം മകളെ, സ്വന്തം ഭർത്താവിനെ, സ്വന്തം ഭാര്യയെ, സ്വന്തം കൂടപ്പിറപ്പിനെ ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്, തിരിഞ്ഞു നോക്കാതെ അവരെ മറന്നു കളഞ്ഞിട്ട്, അവർ ശല്യമെന്ന് വിധിച്ചിട്ട് അവരുമായി ഒരു സമ്പർക്കവുമില്ലാതെ എത്ര ക്രിസ്മസുകൾ ആഘോഷിച്ചു. ജന്മം നൽകിയ അപ്പൻ ജീവിച്ചിരിക്കുന്നു ഏതോ മനോരോഗ കേന്ദ്രത്തിൽ. നൊന്തു പ്രസവിച്ച അമ്മ ജീവിച്ചിരിക്കുന്നു ഏതോ മനോരോഗാശുപത്രിയിൽ. സ്വന്തം ജീവിത പങ്കാളി ജീവിച്ചിരിക്കുന്നു ഏതോ മനോരോഗ ആശുപത്രിയിൽ. അതുപോലെ സ്വന്തം മക്കളിൽ ചിലർ ജീവിച്ചിരിക്കുന്നു ഏതോ മനോരോഗ ആശുപത്രിയിൽ. അതുപോലെ കൂടപ്പിറപ്പുകളിൽ ചിലർ ജീവിച്ചിരിക്കുന്നു ഇതുപോലെ ഏതോ ആതുരാലയത്തിൽ. അവരെ ഒന്ന് ചെന്ന് കാണാൻ, അവരിലേക്കൊന്ന് എത്തിപ്പെടാൻ, അവർക്ക് അല്പനേരത്തേക്ക് ആശ്വാസമോ സുഖമോ പകരാൻ, അവർ തള്ളപ്പെടേണ്ടവരല്ല, ചേർത്ത് പിടിക്കപ്പെടേണ്ടവരാണെന്ന് മനസ്സിലാക്കാൻ, അവരെ ഒന്ന് ആശ്ലേഷിക്കാൻ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ കളയില്ല എന്ന് അവരോടൊന്ന് പറയാൻ, അവരെ എത്രമാത്രം കുഴപ്പം പിടിച്ചവരായിരുന്നാലും അവരാ നിലകളിലൊക്കെ ആയിത്തീർന്നതിൻ്റെ പിന്നിൽ എനിക്കും തെല്ല് പങ്കുണ്ടെന്നൊന്ന് സമ്മതിക്കാൻ, എന്നിട്ട് അവരുടെ ഉള്ളത്തിലെ മുറിവുണക്കാൻ സ്വയം ഒന്ന് താഴാഴ്മപ്പെടാൻ, ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാകാൻ മനസ്സു വയ്ക്കുന്നിടത്താണ് ഈ ക്രിസ്മസ് നമ്മളെ സംബന്ധിച്ച് ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടുന്ന ക്രിസ്മസായി മാറുന്നത്. ഇന്ന് സ്വന്തം വീട്ടിൽ അടച്ചിടപ്പെട്ടവരുണ്ട്. കാരണം അവർ ചില അബ്നോർമാലിറ്റികൾ കാണിച്ചതുകൊണ്ടാണ്. എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി അവരെ ഉപേക്ഷിക്കുന്നത് സമൂഹത്തിൽ ചർച്ചയായേക്കാമെന്നുള്ളത് കൊണ്ട് അവരെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ്.
സ്വന്തം മാതാപിതാക്കളെയോ കൂടപ്പിറപ്പുകളെയോ ഒക്കെ വീട്ടുതടങ്കലിൽ വച്ചിരിക്കുന്ന ചിലരെങ്കിലും ഇത് ശ്രവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മനസാക്ഷിക്കുത്തും അവർക്കുണ്ടായിട്ടില്ല. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഭ്രഷ്ടരാക്കപ്പെട്ടവരെ, മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഒരനുഭവമാകണ്ടേ ഈ ക്രിസ്മസ്. അതിന് നമുക്ക് ആകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാം ഈ ക്രിസ്മസ് ആചരിക്കുന്നത് ദൈവം അംഗീകരിക്കുക? ഇവിടെ പലരും ചെയ്ത് കാണാറുള്ള ഒരു പ്രവൃത്തി എന്താണെന്നറിയാമോ? സമൂഹത്തിൽ ഇപ്രകാരം ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചിലർക്ക് മനസ്സാണ്. പക്ഷേ അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന പലരും ആ ഭ്രഷ്ടരാക്കപ്പെട്ടവരുടെ ആരുമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്തിക്കപ്പെടേണ്ട ഒരു വിഷയം. ഭ്രഷ്ടരാക്കപ്പെട്ടവർ കാത്തിരിക്കുന്നവരത് തങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനാണ്. അല്ലാതെ സാമൂഹിക സേവനത്തിൻ്റെ പേരിലോ ദൈവസ്നേഹത്തിൻ്റെ പേരിലോ ഇറങ്ങിത്തിരിച്ച സാധുക്കളും സമർപ്പിതരുമായവരെ കാണാനല്ല. അത് കാണുന്നത് അവർക്ക് കുറ്റമൊന്നുമല്ല, അവരത് നിഷേധിക്കുന്നുമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്നത് ഭാര്യയെ തള്ളിക്കളഞ്ഞ ഭർത്താവുണ്ടെങ്കിൽ അവനെയാണ് അവൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ഭർത്താവിനെ തള്ളിക്കളഞ്ഞ ഭാര്യ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവളെ കാണാനാണ് അവൻ കാത്തിരിക്കുന്നത്. സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞ മക്കളുണ്ടെങ്കിൽ അവരെ കാണാനാണ് അവർ കാത്തിരിക്കുന്നത്. സ്വന്തം മക്കളെ തിരസ്കരിച്ച മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ കാണാനാണ് അവർ കാത്തിരിക്കുന്നത്. കൂടെ പിറന്നവരെ തള്ളിക്കളഞ്ഞ ആളുകൾ വന്നൊന്ന് കാണാനാണ് അവർ കാത്തിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊക്കെ സ്വന്തമായവരെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ചിലരെങ്കിലും ഈ നാളുകളിൽ വേറെ ചില മേഖലകളിലൊക്കെ സാധുക്കളെ സഹായിക്കാനോ അവഗണിക്കപ്പെട്ടവരെ കാണാനോ ഒക്കെ വേണ്ടി ഇറങ്ങിത്തിരിച്ചേക്കാം. വേണ്ടതല്ല. നിന്നാൽ തിരസ്കരണം അനുഭവിക്കുന്നവരിലേക്ക് നീ ചെന്നെത്തുമ്പോഴാണ് നിൻ്റെ ക്രിസ്മസ് ആകുകയുള്ളൂ എന്നാണ് ഇന്ന് തമ്പുരാൻ നമ്മുടെ ഉള്ളത്തിൽ ഓതിത്തരുന്ന പാഠം. പ്രിയപ്പെട്ടവരെ, ഈ നിലകളിലേക്ക് നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റിയെടുക്കാൻ പറ്റണം. ഈ നിലകളിലേക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ തലത്തെ ഒന്ന് വളർത്തിയെടുക്കാൻ കഴിയണം. കർത്താവ് തനിക്ക് സ്വന്തമായവരെ തേടിയല്ലോ വന്നത്. അതുതന്നെയാണ് നമ്മളും ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇപ്രകാരം തിരസ്കരിക്കപ്പെട്ട ആരൊക്കെയോ എവിടെയൊക്കെയോ നൊമ്പരപ്പെട്ട് കഴിച്ചു കൂട്ടുമ്പോൾ ഒരുപക്ഷെ അവരെ കാണുവാനും അവർക്ക് ആഹാരം കൊടുക്കുവാനും അവർക്ക് പുതുവസ്ത്രം കൊടുക്കുവാനും ചില സംഘടനകളോ ചില സംവിധാനങ്ങളോ ഒക്കെ തയ്യാറാകുന്നുണ്ട്. അന്നേ ദിവസം അവരോടുകൂടെ സമയം ചെലവഴിച്ച് പാടാനും കൂട്ടായ്മ പങ്കിടാനുമൊക്കെ ചില ആളുകൾ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാമാന്യ ജനത്തിൻ്റെ കാഴ്ചപ്പാടെന്താണ്? നമ്മുടെ ജീവിതത്തിൽ നാം അങ്ങനെയാണ് ഇത് പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കേണ്ടത്. ഒരു ഇടവക സമൂഹം ഒന്നടങ്കം ചിന്തിക്കണം. ഈ ഇടവക സമൂഹത്തിൽ ഇപ്രകാരം ഭ്രഷ്ടരാക്കപ്പെട്ടിരിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഇപ്പോഴും ആ പഴയ നിയമ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാട് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വീഴ്ച പറ്റുന്നവരെ, തകർച്ച പറ്റുന്നവരെ ഭ്രഷ്ടരാക്കുന്ന ആ ഫ്യൂഡൽ നിലപാട് നമ്മിൽ വല്ലാതെ ഇപ്പോഴും ഫണം വിരിച്ചാടുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഈ ഭ്രഷ്ടരാക്കപ്പെട്ടിരിക്കുന്നവരെ തേടിച്ചൊല്ലുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ ചില നാട്ടാചാരങ്ങളുണ്ടായിരുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടുത്തെ നിയമസംഹിതകളൊക്കെ തെറ്റിക്കുന്നവരെ പടിയടച്ച് പിണ്ടം വയ്ക്കുക, അല്ലെങ്കിൽ നാട് കടത്തുക, ഊര് വിലക്കുക എന്നിങ്ങനെയുള്ള ചില ശീലങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചു കാണില്ലേ? ഇതുതന്നെയാണ് ഇന്ന് പല ഇടവക സമൂഹങ്ങളിലും പല ആത്മീയ സംഘടനകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ല നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പലരെയും ഭ്രഷ്ടരെന്നെണ്ണി പുറത്തു നിർത്തിയിട്ടുണ്ട്. അവരിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ, അവരിലേക്കൊന്ന് എത്തിപ്പെടാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവർ ഭ്രഷ്ടരല്ല, അംഗീകരിക്കപ്പെടേണ്ടവരാണ്, മുഖ്യധാരയിൽ മടങ്ങി വരേണ്ടവരാണെന്നൊന്ന് സമ്മതിക്കാൻ, അവരെയൊന്ന് ശുദ്ധി ചെയ്ത് പുറത്തെടുക്കാൻ, അവരിലേക്ക് എത്തിപ്പെടാൻ നമുക്കാകുമെങ്കിൽ നാം യേശുക്രിസ്തുവിൻ്റെ സ്നേഹമറിഞ്ഞവരാണ്. ആകുന്നില്ലെങ്കിൽ നാം ഈ ക്രിസ്മസ് ആഘോഷിച്ചതുകൊണ്ട് നമുക്ക് കുറേ ആത്മസംതൃപ്തി കിട്ടുമെന്നതിനപ്പുറത്തേക്ക് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ നമുക്കാകില്ല. ക്രിസ്തുവിനോട് താതാത്മ്യപ്പെടാനും നമുക്കാകില്ല. ക്രിസ്തു ലോകത്തിന് പരിചയപ്പെടുത്തിയ ആ സ്നേഹത്തിൻ്റെ പുതിയ തലങ്ങളെക്കുറിച്ച് വേറെയും കുറേ ചിന്തകൾ പങ്കിടാനുണ്ട് പ്രിയപ്പെട്ടവരെ. അത് അടുത്ത സന്ദേശത്തിൽ പങ്കുവയ്ക്കാം. ഇന്നത്തെ സമയം ഇവിടെ തീരുന്നുവല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുത്തെ തിരുപ്പിറവി ആചരിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്ന ഈ നല്ല നാളുകളിൽ സ്നേഹം കൊണ്ട് പുതിയ ചരിത്രം എഴുതിയ
യേശു മശിഹായെ ഉള്ളത്തിൽ സ്വീകരിപ്പാനാണ് ഞങ്ങൾ ഒരുങ്ങേണ്ടതെന്ന് അവിടുന്ന് ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരുന്നല്ലോ. ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന് പഠിപ്പിച്ചവനെ, ദൈവത്തിൻ്റെ ശത്രുവായി സ്വയം പ്രഖ്യാപിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വർഗം വിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നവനെ, കുരിശേറ്റിയവർക്ക് വേണ്ടി അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചവനെ, ഞങ്ങൾക്ക് ഇന്ന് വരെ വേണ്ടവണ്ണം ആകാൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു മേഖലയാണത്. അങ്ങനെ ഞങ്ങൾ ആയിത്തീരുമ്പോൾ മാത്രമേ വാസ്തവമായിട്ടും ദൈവമേ ഞങ്ങൾ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചവരാകുന്നുള്ളൂ. വീണ്ടും തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളോട് വളരെ മനോഹരമായി പറഞ്ഞല്ലോ, ഞങ്ങളാൽ ഭ്രഷ്ടരാക്കപ്പെട്ടിരിക്കുന്നവരെ അന്വേഷിച്ച് ചെന്ന് കണ്ടെത്തി അവരെ ആയിരുന്ന അവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിയണം. തള്ളപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവരായി ഞങ്ങൾ മാറണം. അപ്പോൾ മാത്രമേ ഞങ്ങൾ ക്രിസ്തുവിനെ ഉൾക്കൊണ്ടവരായി തീരുന്നുള്ളൂ. ഈ ക്രിസ്മസിൽ ഇങ്ങനെയുള്ള ദർശനങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് രൂപപ്പെടുത്തിയെടുപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് അങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്നില്ലെങ്കിൽ ദൈവമേ, ഞങ്ങൾ പരാജിതരായി പോകുമല്ലോ. ഞങ്ങളുടെ ക്രിസ്മസ് ഒരു ആഘോഷം മാത്രമായി തരം താണു പോകുമല്ലോ. യഥാർത്ഥ ക്രിസ്മസ് അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങളെ താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Everybody